नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികീ. അധ്യായം 85. സുഭദ്രാഹരണവും ഭഗവാന്റെ ശ്രുതദേവ സന്ദർശനവും. പേജ് നമ്പർ 844. പരീക്ഷിത്ത് രാജാവിനു കൃഷ്ണനെക്കുറിച്ചു കേൾക്കാൻ കൂടുതൽ അത്യാകാംക്ഷയായിരുന്നു. അതിനാൽ അർജുനന്റെ സുഭദ്രാഹരണ കഥ അവസാനിപ്പിച്ചിട്ട് ശുകദേവ ഗോസ്വാമി മറ്റൊരു കഥ പറഞ്ഞു തുടങ്ങി. വൈദേഹ രാജ്യത്തിൻ്റെ തലസ്ഥാനമായ മിഥിലാപുരിയിൽ ശ്രുതദേവൻ എന്ന പേരോടുകൂടിയ ഒരു ഗൃഹസ്ഥ ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. വലിയ കൃഷ്ണഭക്തനായിരുന്നു അദ്ദേഹം. കൃഷ്ണാവബോധമുള്ള അദ്ദേഹം സദാ ഭഗവത് സേവനത്തിൽ വ്യാപൃതനായിരുന്നതിനാൽ തികഞ്ഞ മനഃശാന്തി അനുഭവിച്ചിരുന്നു. ഭൗതികാകർഷണങ്ങളിൽ നിന്നു വിമുക്തനുമായിരുന്നു. കൃഷ്ണാവബോധത്തിൽ കഴിയുക എന്നതിൽ കവിഞ്ഞ് ആ പണ്ഡിതന് മറ്റൊരാഗ്രഹവും ഉണ്ടായിരുന്നില്ല. ഗൃഹസ്ഥാശ്രമിയായിരുന്നെങ്കിലും ജീവസന്ധാരണത്തിനു വേണ്ടിപ്പോലും ഏറെയൊന്നും ക്ലേശിക്കാൻ അദ്ദേഹം മെനക്കെട്ടിരുന്നില്ല. വലിയ അധ്വാനമൊന്നും കൂടാതെ കിട്ടുന്നതുകൊണ്ടു സംതൃപ്തനായിരുന്നു. എങ്ങനെയൊക്കെയങ്ങു ജീവിച്ചു എന്നു പറയാം. എന്നും അത്യാവശ്യം വേണ്ടതൊക്കെ അദ്ദേഹത്തിനു ലഭിച്ചിരുന്നു. അധികമൊന്നും ഉണ്ടായിരുന്നില്ല. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ വിധി. ആവശ്യത്തിൽ കവിഞ്ഞ് ഒന്നും വേണമെന്ന് ബ്രാഹ്മണന് ആഗ്രഹമില്ലായിരുന്നു. ഇപ്രകാരം മതഗ്രന്ഥങ്ങളിൽ നിർദ്ദേശിച്ചിട്ടുള്ളതുപോലെ ബ്രാഹ്മണ ജീവിതത്തിൻ്റെ നിയാമക തത്വങ്ങൾ പാലിച്ച് തികഞ്ഞ സമാധാനത്തോടെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. ഭാഗ്യവശാൽ മിഥിലയിലെ രാജാവായ ബഹുലാശ്വനും ഈ ബ്രാഹ്മണനെ പോലെ തന്നെ ഒരു നല്ല ഭക്തനായിരുന്നു. ഒരു നല്ല രാജാവ് എന്ന സൽപ്പേര് അദ്ദേഹം സമ്പാദിച്ചിരുന്നു. വിഷയസുഖങ്ങൾക്കു വേണ്ടി രാജ്യവിസ്തൃതി വർദ്ധിപ്പിക്കാനുള്ള ദുർമോഹം അദ്ദേഹത്തെ തീണ്ടിയിരുന്നു പോലുമില്ല. അങ്ങനെ ബ്രാഹ്മണനും രാജാ ബഹുലാശ്വനും ഭഗവാൻ കൃഷ്ണന്റെ നിർമ്മല ഭക്തരായി മിഥിലയിൽ കഴിഞ്ഞു പോന്നു. ഭക്തന്മാരായ രാജാ ബഹുലാശ്വനിലും ശ്രുതദേവ ബ്രാഹ്മണനിലുമുള്ള കാരുണ്യാതിരേകത്താൽ ഒരു ദിവസം ഭഗവാൻ കൃഷ്ണൻ മിഥിലാപുരിയിലേക്കു തേരു തെളിക്കാൻ തൻ്റെ സാരഥിയായ ദാരുകനോടാജ്ഞാപിച്ചു. നാരദൻ, വാമദേവൻ, അത്രി, വ്യാസദേവൻ തുടങ്ങിയ മഹർഷിമാരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഭഗവാൻ കൃഷ്ണനും മഹർഷിമാരും അനേകം ഗ്രാമങ്ങളും നഗരങ്ങളും പിന്നിട്ടു. എല്ലായിടത്തും പൗരജനങ്ങൾ വലിയ ആദരവോടെ അവരെ സ്വീകരിച്ചു.
പല സാധനങ്ങളും ആരാധനാപൂർവം അവർക്കു സമർപ്പിച്ചിരുന്നു. ഭഗവാനെ കാണാനെത്തിയ പൗരന്മാർ ഒരിടത്തു ഒന്നിച്ചു കൂടിയപ്പോൾ സൂര്യൻ തൻ്റെ ഉപഗ്രഹങ്ങളോടൊപ്പം അവിടെ സന്നിഹിതനായതുപോലെ തോന്നിച്ചു. ആ യാത്രയിൽ ഭഗവാൻ കൃഷ്ണനും മഹർഷിമാരും ആനർത്ഥം, ധന്വം, കരുജാങ്കലം, കങ്കം, മത്സ്യം, പാഞ്ചാലം, കുന്തി, മധു, കേകയം, കോസലം, അർണം എന്നീ രാജ്യങ്ങളിലൂടെ കടന്നുപോയിരുന്നു. അങ്ങനെ ഈ ദേശങ്ങളിലുള്ളവർക്കെല്ലാം ആണിനും പെണ്ണിനും ഭഗവാൻ കൃഷ്ണനെ കണ്ണോടു കണ്ണു കാണാൻ കഴിഞ്ഞു. ഇപ്രകാരം അവർ ഭഗവാനോടുള്ള സ്നേഹവാത്സല്യങ്ങൾ നിറഞ്ഞ ഹൃദയത്തോടെ സ്വർഗീയ സുഖം നുകർന്നു. ഭഗവാന്റെ തിരുമുഖം കണ്ടപ്പോൾ നേത്രങ്ങളിലൂടെ അവർ അമൃതം ആസ്വദിക്കുകയാണോയെന്നു തോന്നി. കൃഷ്ണനെ കണ്ട മാത്രയിൽ ജീവിതത്തെക്കുറിച്ച് അജ്ഞത മൂലം അവർക്കുണ്ടായിരുന്ന തെറ്റായ സങ്കല്പങ്ങൾ പാടെ നീങ്ങി. വിവിധ രാജ്യങ്ങളിലൂടെ ഭഗവാൻ കടന്നു പോവുകയും അദ്ദേഹത്തെ സന്ദർശിക്കാൻ ആളുകൾ വന്നെത്തുകയും ചെയ്തപ്പോൾ കേവലം കടാക്ഷ വീക്ഷണം കൊണ്ടു തന്നെ അവർക്കു സൗഭാഗ്യമരുളുകയും അവരുടെ എല്ലാത്തരം അജ്ഞതയെയും ദൂരീകരിക്കുകയും ചെയ്യുമായിരുന്നു. ചില ദിക്കിൽ മനുഷ്യരോടൊപ്പം ദേവന്മാരുമുണ്ടായിരുന്നു. അവരുടെ ഭഗവത് സ്തുതികൾ എല്ലാ ദിക്കിലെയും അശുഭകരമായ എല്ലാ കാര്യങ്ങളും നീക്കി സംശുദ്ധമാക്കിയിരുന്നു. ഇപ്രകാരം ക്രമേണ ഭഗവാൻ കൃഷ്ണൻ സാവധാനം വിദേഹ രാജ്യത്തെത്തി. ഭഗവാന്റെ ആഗമന വാർത്ത ജനങ്ങൾക്കു കിട്ടിയപ്പോൾ അവർക്ക് അളവറ്റ സന്തോഷം തോന്നി. അദ്ദേഹത്തെ സ്വീകരിക്കാൻ കയ്യിൽ ഉപഹാരങ്ങളുമായി അവർ എത്തിച്ചേർന്നു. ഭഗവാൻ കൃഷ്ണനെ കണ്ട മാത്രയിൽ സൂര്യോദയത്തിൽ താമരപ്പൂ വിരിയുന്നതുപോലെ അവരുടെ ഹൃദയം അതീന്ദ്രിയമായ പരമാനന്ദം കൊണ്ടു പൂർണ്ണമായി വികസിച്ചു. മഹർഷിമാരിൽ പലരുടെയും പേരുകൾ പണ്ടുതന്നെ അവർ കേട്ടിരുന്നു. പക്ഷേ ആരെയും നേരിൽ കണ്ടിരുന്നില്ല. ഇപ്പോൾ ഭഗവാൻ കൃഷ്ണന്റെ കാരുണ്യത്താൽ അദ്ദേഹത്തെയും മഹർഷിമാരെയും ഒരുമിച്ചു കാണാൻ അവർക്ക് അവസരം കിട്ടി. ഹരേ കൃഷ്ണ.